വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരുമിച്ച് കർത്താവിന്റെ വചനവുമായിട്ട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രിയ ആ, പ്രിയ ഡാരി നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യാനിടയായല്ലോ, ലീഡ് ചെയ്യുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനകളിൽ ഓർക്കാനൊക്കെ ദൈവം നമുക്ക് അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നല്ലോ. നമ്മൾ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗം നമുക്ക് വായിക്കാം. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് സഹായിക്കണം. എബ്രായ ലേഖനം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗം. ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആമേൻ. താങ്ക് യു. നമ്മൾ വായിച്ച വചനഭാഗം നമ്മളെല്ലാവരും കേട്ടല്ലോ. 7-ാം അധ്യായം 20-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 21 മുതൽ 28 വരെയാണ് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കുന്നത്. 25 വരെ വായിച്ചുള്ളൂ. ഇന്ന് 28 വരെ ഒന്ന് വായിക്കാമോ? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. താങ്ക് യു. നമ്മള് 7-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നവർക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു കർത്താവ് പുരോഹിതനായിരിക്കുന്നു എന്ന് ലേഖകൻ എടുത്ത് കാണിക്കുകയാണ്. അത് 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നീ എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ തന്നെ എന്ന് 110-4 പറയുന്നു. അതുപോലെ അതോടൊപ്പം 2 തെളിവുകൾ കൂടെ കാണിക്കുന്നുണ്ട് ഈ നമ്മൾ വായിച്ച വചനഭാഗത്ത്. ഒന്ന്, താൻ ആണയിടുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. അപ്പം നീ എന്നേക്കും ഒരു പുരോഹിതനാണെന്ന് പറയുക മാത്രമല്ല, അത് ആണയിട്ടു ദൈവം. രണ്ടാമത്തത്, എന്നേക്കും എറ്റേണൽ ആൻഡ് പെർമനന്റ്, സ്ഥിരമായും നിത്യമായും ആയിരിക്കുന്ന പൗരോഹിത്യം. ഈ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ച വചനഭാഗത്തിനകത്തുള്ളത്. 7-ാം അധ്യായം മുഴുവൻ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തു മഹാപുരോഹിതൻ, യേശുക്രിസ്തു ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതൻ എന്ന് തെളിയിക്കുകയാണ് 7-ാം അധ്യായം ചെയ്യുന്നത്. ഒന്നാമത്തെ, നേരത്തെ പറഞ്ഞതുപോലെയുള്ളതിന്റെ തെളിവ്, ദൈവമാണയിട്ട് ഉറപ്പിക്കുകയാണ് യേശു കർത്താവ് പുരോഹിതനാണെന്ന്. ശ്രദ്ധിക്കുക, ദൈവത്തിനൊരിക്കലും അങ്ങനെ ആണയിട്ട് പറയേണ്ട കാര്യമില്ല. കാര്യം ദൈവം അങ്ങനെ കള്ളം പറയാറില്ല. നമ്മൾ മനുഷ്യരാണെങ്കിൽ ഈ സ്ഥിരം കള്ളം പറയുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ, എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ട്. ഇവൻ വായെടുത്ത കള്ളവേ പറയും. ഈ കള്ളം പറയുന്നവൻ, ഇവൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാലും എനിക്ക് വിശ്വാസം വരത്തില്ല. അപ്പൊ അവൻ പറയും, എടാ സത്യമായിട്ടുമാണേ, എൻ്റെ അമ്മയാണേ എന്ന് പറയും. അപ്പോ അത് ചിലപ്പോൾ സത്യമായിരിക്കും, അതിലും പകുതിയും കള്ളമായിരിക്കും. എങ്കിലും
അപ്പൊ അങ്ങനെ ഈ കള്ളം പറയുന്നവരോ വാക്കിന് വിലയില്ലാത്തവരോ ഒക്കെയാണ് ശരിക്കും അങ്ങനെ അങ്ങ് ആണയിട്ട് സത്യമായിട്ടുമാണ് എന്നൊക്കെ പറയുന്നത് അല്ലേ. പക്ഷേ ദൈവത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്നത് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ദൈവം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് മാറ്റമില്ല. പക്ഷേ ആ, ദൈവം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഒരു ആ, കാര്യം പറഞ്ഞിട്ട് അത് ആണയിട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അസാധാരണമായ ഒരു പ്രാധാന്യം ആ കാര്യത്തിനുണ്ട്. ദൈവം സത്യമാണെന്ന് പറയാനല്ല അത് പറയുന്നത്, മറിച്ച് ഈ പറയുന്ന കാര്യത്തിന് അസാധാരണമായ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ആഹ് അതുപോലെ തന്നെ സാധാരണ പൗരോഹിത്യം എന്ന് പറയുന്നത് മാറിപ്പോകുന്ന പൗരോഹിത്യമാണ്. ആഹ് എന്നാൽ യേശു കർത്താവിന്റെ പൗരോഹിത്യം ഒരിക്കലും മാറിപ്പോകാത്ത പൗരോഹിത്യമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ യോഹന്നാന്റെ പിതാവായ സെക്കരിയാവ്, യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സെക്കരിയാവ്, അദ്ദേഹം പുരോഹിതനായിരുന്നു, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തയാളാണ്. അദ്ദേഹം എന്നേക്കും ഒരു പുരോഹിതനല്ല. അഹരോൻ പുരോഹിതനായിരുന്നു, പക്ഷെ അദ്ദേഹം എന്നേക്കും ഒരു പുരോഹിതൻ അല്ല. ഇവരെല്ലാം മാറിപ്പോകുന്നവരാണ്. എന്നാൽ യേശു കർത്താവിൻ്റെത് ദൈവം ആണയിട്ട് പറയുകയാണ്. എന്താണ്? അവൻ എന്നേക്കും പുരോഹിതൻ എന്ന് സത്യം ചെയ്ത് ആണയിട്ട് ദൈവം തന്നെ യേശു കർത്താവിനെ കുറിച്ച് പറയുക. ആം, ഇപ്പൊ യേശു കർത്താവാണ് ഒരു നല്ല ഉടമ്പടിയുടെ ഉറപ്പ് എന്ന് പറയുന്നത്. വിശേഷമേറിയ അല്ല, 22-ാമത്തെ വാക്യം, വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. അപ്പൊ ആ പുതിയ നിയമത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത് യേശുവാണ്. ഷ്യൂറിറ്റി ഓഫ് ദ ന്യൂ കവനന്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു പുരോഹിതന്റെ ദൗത്യം, അത് ഏത് മതത്തിലുള്ള പുരോഹിതന്മാരാണെങ്കിലും അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളതാണ്. ആം, എന്നാൽ ഇവിടെ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യുന്നതിനെ കുറിച്ച് പറയുക, നിയമത്തെ കുറിച്ച് പറയുക. ആം, ഈ രണ്ടു പേര് തമ്മിൽ ചെയ്യുന്ന കാര്യത്തിനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇപ്പൊ പഴയ നിയമത്തിലാണെങ്കിൽ ആം, ഇസ്രായേലും ദൈവവും തമ്മില് ആം, ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി ഇങ്ങനെ ആയിരുന്നു: ഇസ്രായേൽ വിശ്വസ്തമായിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ചാൽ ദൈവവുമായിട്ടൊരു സൗഹൃദം അവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഉടമ്പടിയിലേക്കാണ് അവര് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മോശ ന്യായപ്രമാണം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പുസ്തകം എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരെല്ലാം ആ 7-ാമത്തെ വാക്യം, പുറപ്പാട് 24-ന്റെ 7 പറയുന്നു, ദൈവം ഞങ്ങളോട് പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കുമെന്ന് അതിന് മറുപടിയായിട്ട് പറയുകയാണ്. അപ്പൊ ഈ പഴയ ഉടമ്പടി എന്ന് പറയുന്നത് അനുസരണവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു, ന്യായപ്രമാണത്തോടുള്ള അനുസരണം. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ചയിൽ ചർച്ചിൽ വന്നവർക്ക് ഓർമ്മ കാണും, നമ്മൾ ആരായിരുന്നു? നമ്മൾ പാപത്തിന്റെ അധീനതയിലുള്ളവരായിരുന്നു, നമ്മൾ ന്യായപ്രമാണത്തിന് ബന്ധിക്കപ്പെട്ടവരായിരുന്നു. അതുപോലെ ഇവിടെ ന്യായപ്രമാണത്തിനോടുള്ള അനുസരണമായിരുന്നു പഴയ നിയമം അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്ന ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടി നിലനിന്നു പോകാൻ, ആ ഉടമ്പടിയിൽ വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് പുരോഹിതന്മാർ യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. ചെയ്യുന്ന ഓരോ അതിക്രമത്തിനും, ജനത്തിന്റെ ഓരോ അതിക്രമത്തിനും യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പുതിയ ഉടമ്പടിയുടെ ഉറപ്പ് എന്ന് പറയുന്നത്, ഉത്തരവാദി എന്ന മലയാളം വാക്ക് പറയുന്ന ഉത്തരവാദി എന്ന് പറയുന്നത് യേശു കർത്താവാണ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു പുതിയ നിലയിലുള്ള ബന്ധം യേശു കർത്താവോട് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഇതാണ് പഴയ ഉടമ്പടി എന്ന് പറയുന്നത് ന്യായപ്രമാണം, നീതി, അനുസരണം അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് സ്നേഹത്തിലും
യേശു കർത്താവിൻ്റെ തികവുള്ള യാഗത്താലുമാണ്. പഴയ ഉടമ്പടി എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുള്ളതായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. അപ്പോ യേശു കർത്താവാണ് ഉത്തരവാദി എന്ന് ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എഗുവോസ് എന്നുള്ളൊരു പദമാണ്. എഗുവോസ് നമ്മുടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ കോസൈൻ ചെയ്യുക എന്ന് പറയും. ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ഒരു പുതുതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് ഇല്ലാത്തത് കൊണ്ട് ചില മലയാളികളെങ്കിലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, ഫാമിലിയൊക്കെ കോസൈൻ ചെയ്യും. ചെയ്യുന്നതിന്റെ കാര്യം ഇതാണ്: ഈ വ്യക്തി ഇത് അടച്ചില്ലെങ്കിൽ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുന്നതാണ്. അങ്ങനെ പെട്ടുപോയ ഒരുപാട് ആൾക്കാരും ഉണ്ട്. പക്ഷെ അതുപോലെയാണ് ഇവിടെ യേശു കർത്താവ് ഉറപ്പ് കൊടുക്കുന്നത്. ഇതിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് യേശു കർത്താവ് പറയുകയാണ്. ഏതിന്റെ ഉത്തരവാദി? പുതിയ നിയമത്തിന്റെ ഉത്തരവാദി യേശു കർത്താവാണ്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഈ പുതിയ ഉടമ്പടിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രൂഫ് യേശു കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയ്ക്കുള്ള ഒന്നാമത്തെ പ്രൂഫ് എന്ന് പറയുന്നത് ദൈവം തന്നെ ആണയിട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രൂഫ് എന്ന് പറയുന്നത് നിത്യതയുള്ള, അല്ല നിത്യമായി നിലനിൽക്കുന്ന അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ലേവ്യ 23 മുതൽ 25 വരെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഞാനത് മറ്റു വാക്യത്തിൽ ഒന്ന് വായിക്കാം. ഞാൻ സാധാരണ വായിക്കുന്നതിൽ തന്നെ വായിക്കാം. പുരോഹിതന്മാർ അനവധി ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പൗരോഹിത്യത്തിൽ എന്നേക്കും തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. എന്നാൽ യേശു എന്നെന്നും ജീവിക്കുന്നവനായതുകൊണ്ട് അവിടുത്തെ പൗരോഹിത്യം ശാശ്വതമാണ്. ഒരുപാട് പൗരോഹിതന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാം മരണം കൊണ്ട് നീങ്ങപ്പെടേണ്ടതായിട്ട് വന്നു. എന്നാൽ യേശു കർത്താവ് എന്ന് പറയുന്നത് എന്നേക്കും ഉള്ളവനാണ്. അവിടുന്ന് സൃഷ്ടികൾക്ക് മുൻപേ ഉള്ളവനാണ്. അവൻ ആദിയില്ല, അല്ലേ? അങ്ങനല്ല, ആൽഫയും ഒമേഗയും അവിടുന്ന് ആകുന്നു. യേശു കർത്താവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരിക്കലും നീങ്ങിപ്പോകാത്ത പൗരോഹിത്യമാണ്. അത് എഴുതിയിരിക്കുന്നത് 24 വാക്യമാണ്. അവിടുത്തെ പൗരോഹിത്യം ശാശ്വതമാണ്. പാരബോറ്റോസ് എന്നുള്ളൊരു പദമാണ്, അതൊരു ലീഗൽ വേർഡാണ്. യേശു കർത്താവിന്റെ പൗരോഹിത്യം ശാശ്വതമാണെന്ന് എഴുതിയിരിക്കുന്നതിന്റെ പദം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും ലംഘിക്കാൻ കഴിയാത്ത, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത എന്നുള്ള യവനായ പദത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. യേശു കർത്താവിന്റെ പൗരോഹിത്യം ആർക്കും നീക്കം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അപ്പാരബാറ്റോസ് എന്ന് പറയുന്നത് അൺഓൾട്ടറബിൾ ആണ് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യാൻ പറ്റാത്തതാണ്. നോൺ ട്രാൻസ്ഫറബിൾ ആണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അല്ല. അങ്ങനെ ഒത്തിരി വിശേഷതകളാണ് ആ വാക്കിനുള്ളത്. ശാശ്വതം എന്നുള്ള വാക്കിനുള്ള പ്രത്യേകതകൾ, ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്, മറ്റുള്ള ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു അധികാരമാണ് യേശു കർത്താവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എബ്രായ ലേഖകൻ പറയുകയാണ്, യേശു കർത്താവിന്റെ പൗരോഹിത്യം ആർക്കും അവനിൽ നിന്നെടുക്കാനായിട്ട് കഴിയില്ല. ആർക്കും എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല. എത്ര നാൾ ഈ യൂണിവേഴ്സ് നിലനിൽക്കുന്നോ, എത്ര നാള് ഈ ഉലകമുണ്ടോ, അത്രയും നാളും അതിനെ എടുത്തു കളയാനായിട്ട് ആർക്കും കഴിയില്ല. ഇനി അതോടൊപ്പം മറ്റൊരു പദം എബ്രായ ലേഖകൻ ഉപയോഗിക്കുന്നുണ്ട്. അത് പാരമെനീൻ എന്നൊരു പദമാണ്. ഫോർ എവർ, അവൻ എന്നേക്കും നിലനിൽക്കുന്നു. ഒന്ന്, തന്റെ ഔദ്യോഗിക പദവിക്കകത്ത് കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. രണ്ട്,
മനുഷ്യർക്ക് കർത്താവ് ശുശ്രൂഷകനായിട്ട് എന്ന് പറഞ്ഞാൽ, അത് പറയുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറയുന്നത്. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ മഹാപുരോഹിതനായിട്ട് നിന്നുകൊണ്ട് മധ്യസ്ഥത ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തേഫാനോസ് കാണുന്ന കാഴ്ച അത് തന്നെയാണ്. സ്തേഫാനോസ് തന്നെ ആളുകൾ കല്ലെറിയുമ്പോൾ കാണുന്നത് മഹിമയുടെ വലഭാഗത്ത് യേശു കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണുന്നു. ആമേൻ. ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷകനായി, ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ പുരോഹിതനായി നമ്മുടെ പാപപരിഹാരം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബലഹീനതകൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ അത് ക്ഷമിക്കാൻ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു നല്ല മഹാപുരോഹിതനായിട്ട് കർത്താവ് നിലനിൽക്കുകയാണ്. അതോടൊപ്പം യേശു കർത്താവ് നിത്യനായ മധ്യസ്ഥനാണ്. ഞാൻ ഇപ്പോൾ തന്നെ അത് പറഞ്ഞല്ലോ, നിത്യനായ മധ്യസ്ഥനാണ്. അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, നമ്മൾ സൺഡേയിൽ വർഷിപ്പിന്റെ സമയത്ത് ആരാധനയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, നമ്മൾ ഇനി പാപത്തിന്റെ അധീനരല്ല, മറിച്ച് നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, പാപം വരത്തില്ലേ? പാപം വരും. പക്ഷേ അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ ഒരുപാട് പ്രാവശ്യം എടുത്തു പറയുന്ന ഒരു വചനമാണ്: ഒരാൾ പാപമില്ലെന്ന് പറയുന്നെങ്കിൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഒരു തെറ്റ് വരാത്തവരായി, പാപം വരാത്തവരായിട്ട് ആൾക്കാരില്ല, ഉണ്ട്. പക്ഷെ അത് ഏറ്റു പറഞ്ഞാൽ ക്ഷമിപ്പാൻ വിശ്വസ്തനായ മഹാപുരോഹിതനായിട്ട് യേശു കർത്താവ് നിൽക്കുന്നു. അപ്പോൾ തന്നെ മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. അതിന്റെ ശരിക്കുമുള്ള ട്രാൻസ്ലേഷൻ പാപത്തിൽ തുടരുന്നവൻ പിശാചിന്റെ മകൻ എന്നാണ്. കണ്ടിന്യൂവലായിട്ട് നമ്മൾ പാപം ചെയ്യുമ്പോൾ, അത് അഡിക്ഷൻ ആയിട്ട് വരുമ്പോൾ, അത് പിശാചിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകുകയാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ പാപത്തിന്റെ അടിമകളല്ല, നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇതിനെ ജയിക്കാൻ കഴിയും. നമ്മൾ ഇനിയും നിസ്സഹായരായ മനുഷ്യരല്ല. നമ്മളെ സഹായിക്കാൻ കഴിയുന്ന മഹാപുരോഹിതനായ യേശു കർത്താവ് സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത്, ഗ്ലോറിയസ് പിതാവിന്റെ മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി നിന്ന് മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ആ ലേഖനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞ, ഇന്നെന്ന ദിവസം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മാനസാന്തരപ്പെടേണ്ട ദിവസമാണ്, മത്സരിക്കേണ്ട ദിവസമല്ല. ഇന്നെന്ന ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടേണ്ട ദിവസമാണ്. കാര്യം നാളെ നമ്മളുടേതല്ല, നാളെ നമുക്കുള്ളതല്ല. നാളെ നമുക്ക് ക്ഷമ ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ചെയ്ത പാപത്തിനെ ഇന്ന് വരെ ചെയ്തു, നാളെ കൊണ്ട് ഞാൻ അങ്ങ് നന്നായേക്കാം എന്ന് പറയരുത്. നാളെ നമുക്കുള്ളതല്ല. ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അത് ഏറ്റുപറഞ്ഞാൽ, തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇപ്പൊ പാപത്തെ യേശു കർത്താവ് കീഴടക്കി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് വേണ്ടി അവിടുന്ന് മധ്യസ്ഥ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ഇനിയും നമ്മൾ അരിഷ്ട മനുഷ്യരല്ല, നമ്മളെ വിടുവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നമുക്കുണ്ട്. സ്തോത്രം. വിടുവിച്ച യേശു കർത്താവ് ഉണ്ട്. ആമേൻ. ഇനി എന്തെങ്കിലും പാപം വന്നാൽ അതും ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷെ പാപത്തിൽ തുടരരുത്, കണ്ടിന്യൂ ചെയ്യരുത്. അവിടുന്ന് 26 മുതൽ 28 വരെയുള്ള വചനഭാഗത്തിൽ പറയുന്നത്, പവിത്രൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ, സ്വർഗത്തെക്കാളും ഔന്നത്യമാർജിച്ചവൻ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനെയാണ് നമുക്ക് ആവശ്യം. 7 അധ്യായം മുഴുവൻ മഹാപുരോഹിതനായിട്ട് യേശു കർത്താവിനെ അവതരിപ്പിക്കുക. യേശു കർത്താവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒത്തിരി നല്ല വാക്കുകൾ പറഞ്ഞ് ലേഖകൻ യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒന്ന്, യേശു കർത്താവ് ഹോളിയാണ്,
പവിത്രനാണ്. ഹോസിയോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം വിശ്വസ്തയോടെ ദൈവത്തിന് തന്റെ കർമ്മങ്ങൾ ചെയ്യുന്നവനെ വിളിക്കുന്ന പേരാണ് പവിത്രൻ. അതേ വാക്കാണ് തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ വിശുദ്ധ കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ എന്നുള്ള പദമുണ്ട്. ആ വിശുദ്ധ എന്നുള്ള പദം ഹോസിയോസ് എന്നുള്ള പദമാണ്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും വെളിപ്പാട് 16-ന്റെ 5-ാമത്തെ വാക്യത്തിനകത്തും യേശു കർത്താവിനെ ഹോസിയോസ്, പവിത്രൻ എന്നുള്ള, മലയാളത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ ആ അർത്ഥം, ആ ഹോസിയോസ് എന്നുള്ള സെയിം പദം കർത്താവിനെ പിന്നെ വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തൻ്റെ ജോലി മേഖലകൾ, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസ്തയോടെ ചെയ്ത് തീർക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തിൽ, കേട്ടോ, ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്ന, വിശ്വസ്തയോടെ ചെയ്തു തീർക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഹോസിയോസ്. ഹോസിയോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് നിഷ്കളങ്കൻ എന്നാണ്. ബ്ലെയിംലെസ്, ഇന്നസെന്റ്, എക്കാഖോസ് എന്നുള്ള ഗ്രീക്ക് പദം. ഈ കാക്കിയ എന്നൊരു പദമുണ്ട്. അതാണ് ഈ തിന്മയ്ക്കുള്ള, കളങ്കത്തിനുള്ള ഗ്രീക്ക് പദം. അക്കാഖോസ് എന്ന് പറയുമ്പോൾ കളങ്കങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതിൽ ഒന്നുമില്ല, ഒരു കളങ്കവും ഇല്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അക്കാഖോസ് എന്നുള്ള കളങ്കമില്ലാത്ത ഒരാളിന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് പോലെ എന്നാണ് ഒരാൾ പറയുന്നത്. ആന്റിസെപ്റ്റിക് പോലെ, അങ്ങനെ പ്രയോജനപ്പെടുന്ന ഒരു സാന്നിധ്യമാണ് ഈ നിഷ്കളങ്കരുടെ സാന്നിധ്യം എന്നാണ് പറയുന്നത്. അപ്പൊ കർത്താവ് ആരാണ്? നിഷ്കളങ്കനാണ്, കളങ്കമില്ലാത്തവൻ. മൂന്നാമത് പറയുന്നത് നിർമ്മലൻ, സ്റ്റെയിൻലെസ്. അപ്പൊ അത് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തോട് അടുത്ത് വരുന്നതിൽ നിന്ന് ഏതെങ്കിലും ബലഹീനതകൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ മുഴുവൻ ബലഹീനതകളിൽ നിന്നും മുക്തി നേടുന്ന മനുഷ്യൻ ആരാണോ, കറയില്ലാതിരിക്കുന്ന മനുഷ്യൻ ആരാണോ, അവനെയാണ്, ആ വ്യക്തിയെയാണ് നിർമ്മലൻ എന്ന് പറയുന്നത്. കളങ്കമുള്ള ഒരാൾക്ക്, കുറ്റമുള്ള, കറയുള്ള ഒരാൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരാൾ വരണമെങ്കിൽ ആ വ്യക്തിയിൽ കറയുണ്ടാകാനായിട്ട് പാടില്ല. 4, പാപികളിൽ നിന്ന് വേർപെട്ടവൻ. ഇത് പറയുമ്പോൾ യേശു പാപികളിൽ നിന്ന് വേർപെട്ടവൻ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം മനുഷ്യനല്ല എന്നല്ല. കർത്താവ് ഇവിടെ ഭൂമിയിൽ ജീവിച്ച സമയത്ത് മനുഷ്യനായിരുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് എല്ലാ മനുഷ്യരും കടന്നുപോയ സകല പരിശോധനകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കർത്താവായ യേശുക്രിസ്തു കടന്നുപോയി. എന്നാൽ അതിനെയെല്ലാം ജയിച്ചുകൊണ്ട് പാപമില്ലാതെ കർത്താവ് പുറത്തു വന്നു. അപ്പോൾ കർത്താവും മറ്റുള്ള മനുഷ്യരും തമ്മിലുള്ള, ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തെ ഉദ്ദേശമാണ് പറയുന്നത്, അങ്ങനെയുള്ള ആ സമയത്തുള്ള കർത്താവും മറ്റു മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ആദാം, നമ്മൾ പറയാറില്ല, ഒന്നാമത്തെ ആദാം, ഒടുക്കത്തെ ആദാം. കർത്താവ് ഒടുക്കത്തെ ആദാം, അവസാനത്തെ ആദാമാണ്, ലാസ്റ്റ് ആഡമാണ്. ആ അവസാനത്തെ ആദം ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് മനുഷ്യൻ. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഔന്നത്യത്വത്തിലുള്ള ഉദാഹരണം അത് യേശു കർത്താവാണ്. നമുക്കറിയാം, നിരീശ്വരവാദികളൊന്നും സാധാരണ യേശു കർത്താവിനെ അത്ര ബഹുമാനിക്കുന്നവരല്ല. പക്ഷെ നിരീശ്വരവാദികൾ പോലും
യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ജീവിതവും തന്റെ സന്ദേശങ്ങളും ഒക്കെ നോക്കിയിട്ട് അത് കോട്ട് ചെയ്യുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയുണ്ട് നാട്ടില്. അദ്ദേഹം പോലും യേശു കർത്താവ് പറഞ്ഞ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് വചനത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുന്നതായിട്ട് കണ്ടു. അത് വേറൊരു മതത്തിലെ ഒരു ആചാര്യനുമായിട്ട് താരതമ്യം ചെയ്തതാ. ഇനി നിങ്ങളുടെ ആചാര്യന്റെ മഹത്വം പറയാൻ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു നിരീശ്വരവാദിക്ക് പോലും ബൈബിള് വായിച്ചാൽ, യേശു കർത്താവിന്റെ ലൈഫ് വായിച്ചാൽ കുറ്റം പറയാൻ ഒന്നുമില്ല. ആം, ഗാന്ധിജി യേശു കർത്താവിന്റെ സുവിശേഷങ്ങൾ വായിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കയ്യിലിരിപ്പുണ്ട ക്രിസ്ത്യാനികളുടെ. ഇപ്പോൾ ഒരുപാട് ഉന്നതരായ ഒരുപാട് മനുഷ്യർ യേശു കർത്താവിനെ കുറിച്ച് വായിച്ചിട്ട്, ചില ആളുകൾ ഒഴിച്ച്, ചിലരൊക്കെ പറയുന്ന പല ദുർപ്രചാരണങ്ങളൊക്കെ ഉണ്ട്, അവരൊഴിച്ച് അത്യാവശ്യം ബോധമുള്ള, വായിച്ച സെൻസ് ഉള്ള ആൾക്കാരെല്ലാം പറയുന്നത് യേശു കർത്താവിന്റെ ലൈഫ് നോക്കിയിട്ട് ഒരു വ്യത്യസ്തമായ ജീവിതം, അനുകരിക്കാൻ കൊള്ളാവുന്നൊരു ജീവിതം എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പാപികളിൽ നിന്ന് വേർപെട്ടവൻ. ഒരു പാപവും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനില്ല. ഒരു പാപവും. യേശു കർത്താവിന്റെ അടുക്കൽ കുഞ്ഞുങ്ങൾക്ക് വരാം, യേശു കർത്താവിന്റെ അടുക്കൽ സ്ത്രീകൾക്ക് വരാം, യേശു കർത്താവിന്റെ അടുക്കൽ പുരുഷന്മാർക്ക് വരാം, ഒരു ജാതി ഭേദമില്ലാതെ വരാം. സേഫസ്റ്റ് പ്രസൻസ്, സുരക്ഷിതമായ സാന്നിധ്യമായിരുന്നു യേശു കർത്താവ്. ഒരു പാപമില്ലാതിരുന്ന വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ. അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത്, സ്വർഗത്തെക്കാളും ഔന്നത്യം ആർജിച്ചവൻ, എക്സോൾട്ടഡ് അബവ് ദി ഹെവൻസ്. യേശു കർത്താവിനെ ഉയർത്തുന്ന കാര്യമാണ് പറയുന്നത്. അത് പറയുമ്പോൾ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ നമുക്കറിയാം, സകല നാമത്തിനും മേലായ നാമം യേശു കർത്താവിന് നൽകപ്പെട്ടു. അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. ഇതുപോലുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വേറെ പുരോഹിതനെ കാണിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. യഹൂദ മതത്തിലുള്ള അല്ലെങ്കിൽ എബ്രായരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരാളിനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. യേശു കർത്താവ് ഏറ്റവും തികഞ്ഞ മഹാപുരോഹിതനാണ്. ലേവ്യ പുരോഹിതന്മാർ ദൈനംദിനം യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യേശു കർത്താവ് പാപമില്ലാത്തവനായിരുന്നു. യാഗത്തിന്റെ പേഴ്സണൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ സ്വന്തം പാപത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നേക്കുമായ ഒരു യാഗം, നമുക്ക് വേണ്ടി എല്ലാം എന്നേക്കുമായി കർത്താവ് യാഗമായിട്ട് തീർന്നു. ഒരിടത്ത് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുന്ന ലേവ്യ മഹാപുരോഹിതന്മാർ, മറ്റൊരു വശത്ത് സ്വയം യാഗമായി തീരുകയും അതിനുശേഷം മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് ദൈവസന്നിധിയിൽ പിതാവിന്റെ അടുത്ത് മധ്യസ്ഥ ചെയ്യുന്ന യേശു കർത്താവ് എന്ന മഹാപുരോഹിതൻ. ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇപ്പൊ ന്യായപ്രമാണം അപ്പോയിന്റ് ചെയ്തത് ബലഹീനരായ പാപികളായ മനുഷ്യരെയാണെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം ആണയിട്ട് അപ്പോയിന്റ് ചെയ്തത് തികഞ്ഞ പെർഫെക്റ്റ് സൺ, ഒരു കുറവുമില്ലാത്ത തന്റെ മകനെ ആണ് ദൈവം അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ എനിക്കറിയാം, ഈ അധ്യായം മുഴുവൻ പൗരോഹിത്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്രമപ്രകാരമാണ് യേശു കർത്താവ് വരുന്നത് എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചു.
ഇതെല്ലാം ചിന്തിക്കുമ്പോ ഒറ്റ ചോദ്യം ചോദിച്ചാൽ, ഇന്നും ആ സാന്നിധ്യത്തിലേക്ക് പോകാൻ എന്തെങ്കിലും തടസ്സം നമ്മുടെ ലൈഫിലുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്തുകൊണ്ട് പൗലോസ് പറയുന്നത്? പഴയ പൗലോസ്, അദ്ദേഹത്തിന്റെ ശരീരം പാപത്താൽ ബന്ധിക്കപ്പെട്ടതാണ്. ആ ശരീരം പാപത്തിന്റെ അടിമയാണ്. സ്വന്തമായിട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാത്ത നിലയിൽ അടിമപ്പെട്ടു പോയ ശരീരമാണ്. എന്നാൽ റോമർ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. 2-ാമത്തെ വാക്യം ആത്മാവിന്റെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ബന്ധനത്തിൽ കിടക്കുകയല്ല, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഞാൻ ഒറ്റയ്ക്കല്ല. സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് ശരിയാണെങ്കിലും ഞാൻ ബലഹീന ശരീരത്തിലാണ് താമസിക്കുന്നതെങ്കിലും എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. യെരുശലേം ദൈവാലയത്തിലെ പോയി യാഗം കഴിക്കേണ്ട കാര്യം ഇനിയില്ല. ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയാൽ എനിക്കത് ഏറ്റു പറയാൻ, എനിക്ക് വേണ്ടി യാഗം കഴിക്കാൻ ഒരു മഹാപുരോഹിതനുണ്ട്. ഞാൻ ഇനിയും പാപത്തിന്റെ ദാസനല്ല, ഞാൻ ആത്മാവിന്റെ ദാസനാണ്. ഒരു പുതിയ കവനന്റ് ഉണ്ട്. അത് യേശു കർത്താവിലൂടെയുള്ള കവനന്റ് ആണ്, ഉടമ്പടിയാണ്. അതുകൊണ്ട് ഇന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയാതെ ആയിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്തുവെന്ന് ചോദിച്ചാൽ, മക്കളല്ല, വീടല്ല, വണ്ടിയല്ല, ജോലിയല്ല. ആ ഗിഫ്റ്റ് നസറേനായ യേശു ക്രിസ്തുവാണ്. ആ ഗിഫ്റ്റ് മാറ്റി നിർത്തിക്കൊണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്നുമല്ല. ആ ഗിഫ്റ്റ് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി. നമ്മളത് വിശ്വസിച്ചു, ആത്മാവിന്റെ പ്രമാണത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റാതെ വരുമ്പോ ആ മഹാപുരോഹിതന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ഒരു കമ്പാഷനേറ്റ് മഹാപുരോഹിതനാണ്, വിശ്വസ്തനും നീതിമാനുമായ മഹാപുരോഹിതനാണ്. അങ്ങനെ ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത നമുക്ക് ആവശ്യമുള്ളത് ഇന്ന് രാത്രി? എവിടെയാണ്? ഏത് വിഷയത്തിലാണ്? ആ വിഷയത്തെ സധൈര്യം കൃപാസനത്തോട് അടുത്ത് ചെന്ന് പറയാൻ ഈ രാത്രി ബലമുണ്ടാകട്ടെ. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നമ്മുടെ മേൽ പകർന്ന ആത്മാവ്, ആ ജീവന്റെ ആത്മാവ് ഏതാണ്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ആ പുത്രത്വത്തിന്റെ ആത്മാവിൽ ജീവിപ്പാൻ, ആ സ്വാതന്ത്ര്യത്തിൽ, സന്തോഷത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് എബ്രായ ലേഖനം 8-ാം അധ്യായം പഠിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്ന് കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് പിന്നെയും എബ്രായ ലേഖനവുമായിട്ട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ.